രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാനായി മറവൻതുരുത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ ഉയരുന്നു. 55 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ആശുപത്രി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. വ്യവസായ പ്രമുഖൻ സൗജന്യമായി ഇടവട്ടത്ത് വിട്ടു നൽകിയ 10 സെന്റ് സ്ഥലത്ത് മറവൻതുരുത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ ഉയരും. നിർധന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടവട്ടത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം. പ്രദേശത്തെ വയോധികരടക്കം ചികിത്സയ്ക്കായി ഏറെ ദൂരം പോകേണ്ടി വരുന്ന കാര്യം പഞ്ചായത്ത് അംഗം പി.കെ. മല്ലിക അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർക്ക് ചികിത്സ ഉറപ്പാക്കാനായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം വി.കെ. മുരളീധരൻ ഇന്ദുതരം സൗജന്യമായി വിട്ടു നൽകിയത്. മറവൻതുരുത്ത് പഞ്ചായത്ത് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെയാണ്. അപ്പം ഇവിടെ അടുത്തുള്ളവരെന്ന് പറയുമ്പോൾ ഈ സാധാരണപ്പെട്ട ജനങ്ങൾ, സാധാരണപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നവരോട് ആണല്ലോ ഇത്. അപ്പോൾ അവർക്കൊരു വലിയൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ഇവർക്ക് കൊടുത്തത്. 10 സെൻറ്റ് സ്ഥലം അവർക്ക് അന്വയിച്ചു കൊടുത്തു. 10 സെൻറ്റ് സ്ഥലം അവർക്ക് അന്വയിച്ചു കൊടുത്തു. നമ്മൾ അവർക്ക് തയ്യാറാകാൻ വേണ്ടി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. മന്ത്രി വി.എൻ. വാസവൻ ആശുപത്രി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഇന്ത്യക്ക് അതിന്റെ സ്ഥാനം ലോകത്തെ 5 തുറന്നു കൊടുക്കുമ്പോൾ അതിലൊന്നതാണ്. ഇന്ത്യയിൽ 75% ചരക്ക് ഗതാഗതം മുമ്പ് കൊളംബോയിലായിരുന്നു, അതിപ്പോൾ ഇവിടെ വരുന്നു. ഇപ്പൊ തന്നെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ട്രയൽ റൺ എടുത്തപ്പോൾ ഏതാണ്ട് വന്ന ഷിപ്പുകളുടെ കണക്കങ്ങൾ പരിശോധിച്ചു. 150-ൽ പരം ഷിപ്പ് വന്നിരിക്കുന്നു. 3 ലക്ഷത്തോളം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. MSCയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ ഉൾപ്പെടെ അവിടെ വന്നു. അപ്പോൾ ഇത്തരം വലിയ രൂപത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായി. 1ാം ഘട്ടം പൂർത്തീകരിച്ച് കമ്മീഷൻ സർട്ടിഫിക്കറ്റും കിട്ടി. നമ്മൾ ഏതെങ്കിലും തരത്തിൽ 1 രൂപ അതൊന്ന് സഹായിക്കും. 1 രൂപ അതെന്താ? നമ്മുടെ നാടിന്റെ നാനാതരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. 24,000 കോടി രൂപ. 55 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. MLA C.K. ആശ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി. പ്രീതി, വൈസ് പ്രസിഡന്റ് വി.ടി. പ്രതാപൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ. ശെൽവരാജ്, പി.വി. ഹരിക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ പി.കെ. മല്ലിക, പോൾ തോമസ്, സീമ ബിനു, ബി. ഷിജു, ബിന്ദു പ്രദീപ്, വി.ആർ. അനിരുദ്ധൻ, മോഹൻ കെ. തോട്ടുപുറം, കെ.ബി. രമ, കെ.എസ്. ബിജുമോൻ, സി. സുരേഷ് കുമാർ, ഡോക്ടർ ജ്യോതിഷ് കുട്ടപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.